FC സയൻടെക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CNC മെഷീനിൽ മൾട്ടിപ്പിൾ ഒറിജിൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ റിച്ചോ കൺട്രോളറിൽ DSP റിമോട്ട് കൺട്രോളറിൽ നമുക്ക് മെനു +3 പ്രസ് ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ ഒറിജിനിലേക്ക് മെഷീൻ മൂവായി പോകും. അതേപോലെ മെനു +2 അടിച്ചു കഴിഞ്ഞാൽ അതിന് സെക്കൻഡ് ഒറിജിനിലേക്ക് പോകും. അതേപോലെ മെനു +1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒറിജിനിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾക്ക് ഒരു 9-10 ഒറിജിന് വരെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ ഈ മെഷീനിൽ റിച്ചോയിൽ 10 അതിൽ മൾട്ടിപ്പിൾ ഒറിജിനുകളും സെറ്റ് ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ 1 2 3 4 5 6 എന്നുള്ള മൾട്ടിപ്പിൾ ഒറിജിനെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഈ മെഷീനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് മെഷീൻ്റെ മധ്യഭാഗത്തായിട്ട് ഒറിജിൻ 2 സെറ്റ് ചെയ്തു. മെഷീൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒറിജിൻ 1 സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ സാധാ ചെയ്യുന്ന മുകളിൽ ഫയലെടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ സ്റ്റാർട്ടായി വർക്ക് ചെയ്യുന്നതാണ്. അതേപോലെ ഫസ്റ്റ് ഒറിജിൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ മെനു +2 പ്രസ് ചെയ്തിട്ട് സെക്കൻഡ് ഒറിജിനിലേക്ക് പോയി നിങ്ങൾക്ക് സെക്കൻഡ് ഒറിജിനിൽ വരുന്ന ഫയൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വർക്ക് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ വർക്കുകൾ വരികയാണെങ്കിൽ നമ്മൾ ഒറിജിൻ സെറ്റ് ചെയ്ത് നമുക്ക് ഡിലേ ഇല്ലാതെ മെഷീനെ മാക്സിമം റൺ ചെയ്ത് ടൈം വേസ്റ്റേജ് ഇല്ലാതെ നമുക്ക് കൂടുതൽ ഒരേ ബിറ്റിൽ തന്നെ ആണെങ്കിൽ മാത്രമേ ഇതിൽ ഈ മൾട്ടിപ്പിൾ ഒറിജിൻ സെറ്റ് ആവുകയുള്ളൂ. ഡിഫറെൻറ്റ് ബിറ്റുകൾ വരുമ്പോൾ നമുക്ക് അത് ഊരി റിമൂവ് ചെയ്ത് വീണ്ടും പുതിയ ബിറ്റ് ഇടാനുള്ള ഡിലേ വരും. അതിനായിട്ടും ബെറ്റർ ഒരേ മൾട്ടിപ്പിൾ ഐറ്റം, അതായത് ഒരേ ഒരു ബേസ് ആണെങ്കിൽ ഒരേ ഐറ്റം ആണെങ്കിൽ അതേ മുകളിൽ നിങ്ങൾക്ക് 2 ഐറ്റമായിട്ട് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ മെഷീനെ കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിച്ച് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാം. ഇതിൽ സെക്കൻഡ് ഒറിജിനാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ സെക്കൻഡ് ഫിനിഷ് ചെയ്തിട്ട് ഫസ്റ്റ് ഒറിജിനിലേക്ക് വരും. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഒറിജിൻ കട്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഒറിജിനിൽ നമുക്ക് മെറ്റീരിയൽ ഫീഡ് ചെയ്യാൻ നമുക്കൊരു ടൈം അവിടെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും മറ്റേ സെക്കൻഡ് നമുക്ക് മെറ്റീരിയൽ ഫീഡ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഡിലേ ഇല്ലാതെ മാക്സിമം മെഷീനെ യൂട്ടിലൈസ് ചെയ്യാനും നമുക്ക് ഉപയോഗപ്പെടും ഈ മൾട്ടിപ്പിൾ ഓപ്ഷൻ. സെക്കൻഡ് ഒറിജിൻ ഫിനിഷ് ചെയ്തു. ഇനി ഫസ്റ്റ് ഒറിജിനിലേക്ക് കോൾ ചെയ്യുകയാണ്. അതിന് മെനു +1. അപ്പോൾ അത് നിൽക്കുമ്പോൾ നമുക്ക് മെഷീൻ മൂവായിട്ട് ഫസ്റ്റ് ഒറിജിനിലേക്ക് വരും. അത് കഴിഞ്ഞ് ആ ഫസ്റ്റ് ഫിനിഷ് ചെയ്യാം. അപ്പോഴത്തേക്കും സെക്കൻഡ് നമുക്ക് ഫീഡ് ചെയ്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് സെക്കൻഡിലേക്ക് ഒറിജിൻ നോക്കി സെക്കൻഡ് നമുക്ക് അതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലൊരു ട്രിക്സുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ബൈ, സൈൻ അപ്പ്.